യേശു എപ്പോഴും ചില കാര്യങ്ങൾ താമസിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ അവൻ്റെ സ്നേഹമുണ്ട്, അവൻ്റെ ജ്ഞാനമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, യേശു ചില കാര്യങ്ങൾ താമസിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ അവൻ്റെ സ്നേഹമുണ്ട്, അവൻ്റെ ജ്ഞാനമുണ്ട്. എനിക്ക് എൻ്റെ ചെറിയ പ്രായം മുതൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് വർഷങ്ങൾ കല്യാണം നടക്കാൻ വേണ്ടി എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. ഞാൻ ഒരുപാട് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ധ്യാനഗുരുക്കന്മാരും ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുമാതിരി എല്ലാ പിതാക്കന്മാരും ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ വർഷങ്ങൾ നീണ്ടുപോയി. 35 വയസ്സ് കഴിഞ്ഞു, 40 വയസ്സ് കഴിഞ്ഞു, 45 വയസ്സ് കഴിഞ്ഞു, കല്യാണം നടക്കുന്നില്ല. ഒരു വേള ഞാൻ ചിന്തിച്ചു, ചിലപ്പോൾ ഈ വ്യക്തിക്ക് കല്യാണം നടക്കില്ലായിരിക്കും. ചിലപ്പോൾ ഒരു ഏകാന്ത ജീവിതമായിരിക്കും, ഏകസ്ഥ ജീവിതമായിരിക്കും ഈ വ്യക്തിക്ക് വെച്ചിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 50-ാമത്തെ വയസ്സിൽ ഒരിക്കൽ എൻ്റെ ഈ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കല്യാണമാണ്, നീ വരണം. 50-ാമത്തെ വയസ്സിൽ വളരെ തിരക്കുള്ള ദിവസങ്ങളായിരുന്നിട്ടും ഞാൻ ആ കല്യാണത്തിന് പോയി. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ആ ആളോട് സംസാരിച്ചു. ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് ഏതാണ്ട് 2-3 വർഷമാവുന്നു. ആ വ്യക്തി എന്നോട് പറഞ്ഞു, 50-ാമത്തെ വയസ്സ് വരെ ദൈവം ഞാൻ ആഗ്രഹിച്ച സമയത്ത് എൻ്റെ കല്യാണം നടത്തി തരാതിരുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരിൽ ഒരാളെ എനിക്ക് ജീവിത പങ്കാളിയായി തരാൻ വേണ്ടിയിട്ട്.